ഗുഡ് മോർണിംഗ്. ഐശ്വര്യയാണേ. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുമൊക്കെ. വയനാടിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞില്ല. അതൊക്കെ കാരണം പിന്നൊന്നും വീഡിയോ എടുത്തിട്ടേയില്ല. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്നോ, ഇന്നലെ എന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുകയാണ്, ജോലി കളയണോ, അമ്മയെ നോക്കാൻ നിൽക്കണോ, പൈസ ഒരുപാട് വേണം, പൈസ ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ ജോലി കളയണോ അമ്മയെ നോക്കണോ, അമ്മയെ നോക്കാൻ ആൾ ഓൾറെഡി ഉണ്ട്, അമ്മയുടെ കൂടെ നിന്ന് അമ്മയ്ക്ക് അത് ആപത്തിലോട്ടൊന്നും പോവില്ല, പക്ഷേ പൈസ വേണമല്ലോ, പൈസ ഇല്ലാണ്ടൊന്നും നടക്കില്ലല്ലോ, എന്താ ചെയ്യണ്ടേ? അതിപ്പോൾ എന്നോട് ചോദിക്കാൻ കാരണം ഞാൻ ആരുമായിട്ടല്ല, ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഭീകരത ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാവും എന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഒന്നുമില്ല, അമ്മയ്ക്ക് കാലിന് വേദന, നടുവിനല്ല കാലിന് വേദനയെന്ന് പറയും. നമ്മൾ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല. ഞാൻ കായംകുളം ആണ് എൻ്റെ വീട്. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഒത്തിരി പൈസ ചിലവാക്കി. അവസാനം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഹരിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത്, അവരുടെ പേര് പറയുന്നതിനൊന്നും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ എന്തോ ഒരു ഡോക്ടറാണ്. ഹൈവേയുടെ സൈഡിൽ കൺസൾട്ടിങ് ഉണ്ട്. ഈ ഡോക്ടറെ മമ്മിയെ കാണിച്ചപ്പോൾ എനിക്ക്, ഡോക്ടറെ ക്യാൻസർ വല്ലതും ആണോ എന്ന്. അപ്പോൾ നമുക്ക് ക്യാൻസറിൻ്റെ വലുപ്പമൊന്നും അറിയില്ലല്ലോ, കാരണം നമ്മുടെ വീട്ടിൽ വന്നാലേ നമുക്കിതറിയുള്ളൂ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, തെറ്റായിപ്പോയി. എന്താണെങ്കിലും എൻ്റെ മമ്മിയെ 1.5 വർഷം നമ്മൾ കൊണ്ടുപോയി. ലോകം മൊത്തം കൊണ്ട് നടന്ന് എൻ്റെ മമ്മി എന്നും രാത്രി 2 മണിയാകുമ്പോൾ വിളിച്ചു കൂവി കരയും. നമ്മളെടുത്ത് ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, അല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, ഇഞ്ചക്ഷൻ എടുക്കും, മമ്മി ഓക്കെ, രാവിലെ പിന്നെയും മമ്മി ജോലി ചെയ്യും. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾ എന്നോട് ചോദിച്ചത്. പിന്നീട് നമ്മൾ ഈ വൈകുന്നേരം വേദന കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു ആർഎംഒ ഡോക്ടർ പറഞ്ഞ്, ആലപ്പുഴയിൽ നിന്നൊരു ഡോക്ടർ വരും, ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്കുക എന്നാണ്. കാണിച്ചു നോക്കി പിറ്റേ ദിവസം തന്നെ ബയോപ്സി എടുക്കണം. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അന്നേരത്തേക്ക് 1.25-2 വർഷം നമ്മുടെ പോയി. അപ്പോൾ പറഞ്ഞു വന്നാൽ അതല്ല, അതിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് ഇരിക്കുന്ന, അസുഖം കൂടുന്ന സമയത്ത് ഞാൻ ICICയിലാണ് ജോലി ചെയ്യുന്നത്. ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അത്യാവശ്യം എന്തുമാത്രം പ്രഷറുണ്ടാവും, തിരക്കുണ്ടാവും. അപ്പോൾ ഒരുപാട് പൈസ വേണം. നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്, അമ്മ റേഡിയോ നിലയത്തിൽ ജോലിക്കാരിയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷുറൻസും കാര്യവും ഒരുപാട് പൈസ വേണം. ഞാൻ അന്നേരം ചിന്തിച്ചത്, എൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ട്. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഞങ്ങളുടെ കൂടെ മമ്മിയെ നോക്കാനൊക്കെ കൂടുതൽ നിന്നിട്ടുള്ളത്. കുഞ്ഞമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ജോലി ചെയ്ത് നീ പൈസ ഉണ്ടാക്കുമല്ല, പൈസയല്ല എൻ്റെ മമ്മിയെ റാണി എന്നാണ് വിളിക്കുന്നത്, റാണിക്ക് ആവശ്യം നീ കൂടെ നിൽക്കുകയാണ്. റാണി അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം എന്തായിരുന്നെന്നറിയോ, മമ്മി മരിക്കൊന്നുമില്ല, ഒരുപാട് പൈസ വേണം, ഒത്തിരി പൈസ ചിലവാകുന്നുണ്ട്. എൻ്റെ പപ്പേൻ്റെ പെൻഷൻ പൈസയും അത് ഒന്നിനും ആകത്തില്ല. അപ്പോൾ നമ്മൾ വിറ്റ് മമ്മിയെ നോക്കേണ്ട ഒരവസ്ഥയൊക്കെ നല്ല ജോലി ചെയ്ത് മാക്സിമം എൻ്റെ മമ്മി രക്ഷപ്പെടുമല്ലോ. കൂടി വന്ന ആംപ്യൂട്ടേഷൻ, കാല് മുറിക്കേണ്ടി വരും. തുടക്കകത്തായിരുന്നു, അസ്ഥിയെല്ലാം അങ്ങ് പോയായിരുന്നു, നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ. അവസാനം ഭയങ്കര കഷ്ടമായിരുന്നു. കാലൊക്കെ അങ്ങ് പഴുത്ത് വിരകളിൽ തൊട്ടാൽ താന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ എൻ്റെ ഭാഗത്ത് എനിക്ക് എൻ്റെ മമ്മിക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതിന് പൈസ വേണം, അതിന് ഞാൻ ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾ എന്നോട് ചോദിച്ചത്. പിന്നീട് നമ്മൾ ഈ വൈകുന്നേരം വേദന കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു ആർഎംഒ ഡോക്ടർ പറഞ്ഞ്, ആലപ്പുഴയിൽ നിന്നൊരു ഡോക്ടർ വരും, ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്കുക എന്നാണ്. കാണിച്ചു നോക്കി പിറ്റേ ദിവസം തന്നെ ബയോപ്സി എടുക്കണം. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അന്നേരത്തേക്ക് 1.25-2 വർഷം നമ്മുടെ പോയി. അപ്പോൾ പറഞ്ഞു വന്നാൽ അതല്ല, അതിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് ഇരിക്കുന്ന, അസുഖം കൂടുന്ന സമയത്ത് ഞാൻ ICICയിലാണ് ജോലി ചെയ്യുന്നത്. ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അത്യാവശ്യം എന്തുമാത്രം പ്രഷറുണ്ടാവും, തിരക്കുണ്ടാവും. അപ്പോൾ ഒരുപാട് പൈസ വേണം. നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്, അമ്മ റേഡിയോ നിലയത്തിൽ ജോലിക്കാരിയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷുറൻസും കാര്യവും ഒരുപാട് പൈസ വേണം. ഞാൻ അന്നേരം ചിന്തിച്ചത്, എൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ട്.
എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഞങ്ങളുടെ കൂടെ മമ്മിയെ നോക്കാനൊക്കെ കൂടുതൽ നിന്നിട്ടുള്ളത്. കുഞ്ഞമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ജോലി ചെയ്ത് നീ പൈസ ഉണ്ടാക്കുമല്ല, പൈസയല്ല എൻ്റെ മമ്മിയെ റാണി എന്നാണ് വിളിക്കുന്നത്, റാണിക്ക് ആവശ്യം നീ കൂടെ നിൽക്കുകയാണ്. റാണി അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം എന്തായിരുന്നെന്നറിയോ, മമ്മി മരിക്കൊന്നുമില്ല, ഒരുപാട് പൈസ വേണം, ഒത്തിരി പൈസ ചിലവാകുന്നുണ്ട്, എൻ്റെ പപ്പേൻ്റെ പെൻഷൻ പൈസയും അത് ഒന്നിനും ആകത്തില്ല. അപ്പോൾ നമ്മൾ വിറ്റ് മമ്മിയെ നോക്കേണ്ട ഒരവസ്ഥയൊക്കെ നല്ല ജോലി ചെയ്ത് മാക്സിമം എൻ്റെ മമ്മി രക്ഷപ്പെടുമല്ലോ. കൂടി വന്ന ആംപ്യൂട്ടേഷൻ, കാല് മുറിക്കേണ്ടി വരും, തുടക്കകത്തായിരുന്നു, അസ്ഥി എല്ലാം അങ്ങ് പോയായിരുന്നു, നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ. അവസാനം ഭയങ്കര കഷ്ടമായിരുന്നു. കാലൊക്കെ അങ്ങ് പഴുത്ത് വിരകളിൽ തൊട്ടാൽ താന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ എൻ്റെ ഭാഗത്ത് എനിക്ക് എൻ്റെ മമ്മിക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതിന് പൈസ വേണം, അതിന് ഞാൻ ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾ എന്നോട് ചോദിച്ചത്. പിന്നീട് നമ്മൾ ഒരു ഈ വൈകുന്നേരം വേദന കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു ആർഎംഒ ഡോക്ടർ പറഞ്ഞ് ആലപ്പുഴയിൽ നിന്നൊരു ഡോക്ടർ വരും, ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്കുക എന്നാണ്. കാണിച്ചു നോക്കി പിറ്റേ ദിവസം തന്നെ ബയോപ്സി എടുക്കണം. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അന്നേരത്തേക്ക് 1.25-2 വർഷം നമ്മുടെ പോയി. അപ്പോൾ പറഞ്ഞു വന്നാൽ അതല്ല, അതിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് ഇരിക്കുന്ന അസുഖം കൂടുന്ന സമയത്ത് ഞാൻ ICICയിലാണ് ജോലി ചെയ്യുന്നത്. ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം അത്യാവശ്യം എന്തുമാത്രം പ്രഷറുണ്ടാവും, തിരക്കുണ്ടാവും. അപ്പോൾ ഒരുപാട് പൈസ വേണം. നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്, അമ്മ റേഡിയോ നിലയത്തിൽ ജോലിക്കാരിയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷുറൻസും കാര്യവും ഒരുപാട് പൈസ വേണം. ഞാൻ അന്നേരം ചിന്തിച്ചത്, എൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ട്, എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഞങ്ങളുടെ കൂടെ മമ്മിയെ നോക്കാനൊക്കെ കൂടുതൽ നിന്നിട്ടുള്ളത്. കുഞ്ഞമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ജോലി ചെയ്ത് നീ പൈസ ഉണ്ടാക്കുമല്ല, പൈസയല്ല എൻ്റെ മമ്മിയെ റാണി എന്നാണ് വിളിക്കുന്നത്, റാണിക്ക് ആവശ്യം നീ കൂടെ നിൽക്കുകയാണ്. റാണി അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം എന്തായിരുന്നെന്നറിയോ, മമ്മി മരിക്കൊന്നുമില്ല, ഒരുപാട് പൈസ വേണം, ഒത്തിരി പൈസ ചിലവാകുന്നുണ്ട്, എൻ്റെ പപ്പേൻ്റെ പെൻഷൻ പൈസയും അത് ഒന്നിനും ആകത്തില്ല. അപ്പോൾ നമ്മൾ വിറ്റ് മമ്മിയെ നോക്കേണ്ട ഒരവസ്ഥയൊക്കെ നല്ല ജോലി ചെയ്ത് മാക്സിമം എൻ്റെ മമ്മി രക്ഷപ്പെടുമല്ലോ. കൂടി വന്ന ആംപ്യൂട്ടേഷൻ, കാല് മുറിക്കേണ്ടി വരും, തുടക്കകത്തായിരുന്നു, അസ്ഥി എല്ലാം അങ്ങ് പോയായിരുന്നു, നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ. അവസാനം ഭയങ്കര കഷ്ടമായിരുന്നു. കാലൊക്കെ അങ്ങ് പഴുത്ത് വിരകളിൽ തൊട്ടാൽ താന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ എൻ്റെ ഭാഗത്ത് എനിക്ക് എൻ്റെ മമ്മിക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതിന് പൈസ വേണം, അതിന് ഞാൻ ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് കൂടുതലും. വിവാഹശേഷം നമ്മുടെ അമ്മയെയൊക്കെ നോക്കാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ അതിനുള്ള അപ്പോൾ ഞാൻ പറയുന്ന എല്ലാം മാറ്റി വെച്ചേക്കണം. അതിനു വേണ്ടി എത്ര പ്രിയപ്പെട്ടത് ഒഴിവാക്കിയിട്ട് അവർക്ക് വേണ്ടി അമ്മ തന്നെയാണ് വലുത്. അതെങ്ങനെയാണ് എപ്പം നമുക്ക് മനസ്സിലാകുന്നു, നമ്മളമ്മയായി നമ്മൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ പരിഗണിക്കാതെ വരുമ്പോഴേ നമുക്കതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അച്ഛൻ പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുമെങ്കിൽ മൊത്തം കഷ്ടപ്പാട് അമ്മയ്ക്കാന്നേ. എൻ്റെ അമ്മയാണ് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരമ്മ, ഒരുപാട്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള. അത് ആ ഒരു വിടവുണ്ടല്ലോ, പക്ഷെ 5 നികത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ പറയുന്നില്ലേ, എന്നും ഇത് തന്നെയാന്നേ. നേരം വെളുത്ത് കഴിഞ്ഞാൽ എന്ത് സാധനം എടുത്താലും മമ്മി തൊട്ട പാത്രം, മമ്മി ഉപയോഗിച്ച അത്, മമ്മിയുടെ ഇത്, മമ്മി പറഞ്ഞത്, മമ്മി അങ്ങനെ. മമ്മിയോട് പറയാത്ത ഒരു ദിവസവും ഇല്ലാന്നേ, ഒരു ദിവസവും. ഈ അന്ധവിശ്വാസമാണെന്ന് പറയും. എൻ്റെ മമ്മിക്ക് കാല് വയ്യാതാണല്ലോ പോയത്. ഞാൻ ഇന്നും രാവിലെ മമ്മി പോയ അന്ന് മുതൽ തന്നെ കാക്കയ്ക്ക് ചോറ് വെച്ച ഉടനെ ഇത്തിരി ചോറും വെള്ളം എടുത്ത് കാക്കയ്ക്ക് വെക്കും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കാക്കയ്ക്ക് ചോറും വെള്ളം വെക്കുന്ന ഈ കാക്ക മരിച്ചവരാണെന്ന് പറയുന്നു. എൻ്റെ മമ്മി ഇതിനകത്ത് ഏതാണെന്ന് അറിയത്തില്ലല്ലോ, വയ്യാത്ത കാലമുള്ളൊരു കാക്ക ഉണ്ടായിരുന്നേ അതെൻ്റെ മമ്മിയായിരിക്കും എന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞില്ല, ഞാൻ നോക്കുമ്പോൾ ഒരു കാലില്ലാത്തൊരു കാക്ക. എൻ്റെ ശരീരമൊക്കെ വല്ലാണ്ട് വന്ന് എനിക്ക് ഭയങ്കര സങ്കടമോ സന്തോഷമോ അങ്ങനെയൊക്കെയായി. ഞാൻ വല്ലാത്തൊരവസ്ഥയിലെത്തി. ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഇതായിരിക്കും ചിലപ്പോൾ ആ കാക്കയുടെ എങ്കിലും ഞാൻ പറയുകയാണ്. അത്രയും എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരമ്മയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ജോലി കളഞ്ഞേക്കുക, അമ്മയെ നോക്കുക, മറ്റൊരു ഞാനാവരുത് നീ, ഓർത്ത് ദുഃഖിക്കേണ്ടി വരല്ല. അയ്യോ ജോലി കളഞ്ഞിട്ട് ഫുള്ള് ടൈം ഞാൻ രാത്രിയും പകൽ മാത്രമേ ഉള്ളൂ അമ്മയുടെ കൂടെ ഇല്ല, ഞാൻ ബാക്കി സമയം മൊത്തം ഉണ്ടായിരുന്നു. നിനക്ക് ആ അവസ്ഥ വരരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്കും ആ അവസ്ഥ വരരുത്. നമുക്ക്
എനിക്ക് പിന്നെ ആംബുലൻസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. മമ്മിയെ കൊണ്ട് ആർ സി സിയിലൊക്കെ പോയിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കഷ്ടമാണ്. ഞാനും എൻ്റെ ഒപ്പയും മമ്മിയും ഒക്കെ ഒരുപാട് അനുഭവിച്ചു. അവരെല്ലാം അകത്തോട്ട് കയറ്റിവിടില്ലല്ലോ, വെളിയിൽ നമ്മുടെ ആ ഇരിപ്പും. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് ആർക്കും മനസ്സിലാകത്തില്ല, അത്രയ്ക്ക് ഭീകരമാണ്. അന്നേരം ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ അമ്മയുടെ അനിയത്തി ആ പറഞ്ഞ വാക്കിനന്ന് എൻ്റെ വിചാരം എൻ്റെ മമ്മിക്ക് മരിക്കില്ല, വയ്യ, ഒരു ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും, കാല് മുറിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എൻ്റെ ചിന്ത തെറ്റി. കുഞ്ഞമ്മ പറഞ്ഞതായിരുന്നു അതിൻ്റെ യഥാർത്ഥ പോയിൻറ്റ്. അപ്പോൾ ആവശ്യം പണമല്ല, പണത്തിന് വേണ്ടി ഞാൻ ഓടണ്ടായിരുന്നു. ഉള്ള സമയം എൻ്റെ മമ്മിയുടെ അടുത്ത് ഫുൾ ടൈം ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പ്രൗഡാണ്. കാര്യം എൻ്റെ മമ്മിയെ പൊന്നുപോലെ ഞാൻ നോക്കി, പൊന്നുപോലെ നോക്കി. എൻ്റെ മമ്മി അവസാനം ജീവൻ പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു വല്ലാത്ത സൗണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് പറഞ്ഞു, മമ്മി എനിക്ക് പേടിയാവുന്നു മമ്മി, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെന്ന് പറഞ്ഞ സെക്കൻഡിൽ എൻ്റെ മമ്മി ആ ശബ്ദം അടച്ചമർത്തി ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ആലോചിക്കും, അപ്പോഴും നമ്മളെ വിഷമിക്കുന്നതല്ല, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇത് ചെയ്യുന്ന അത്രയും നല്ല എല്ലാ അമ്മമാരും നല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം അമ്മയാണ്. എല്ലാ അമ്മമാരും നല്ലത്. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്. ഞാൻ ലോകത്തിൽ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ, സ്നേഹിച്ച പോലെയും ലോകത്തെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ലെന്ന് എൻ്റെ അമ്മയുടെ മരണശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഏറ്റവും ഒരു ദിവസം പോലും ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. എൻ്റെ റൂമിൽ എൻ്റെ അമ്മയുടെ ഓർമ്മകളാണ് മൊത്തം. എൻ്റെ അമ്മ ബ്ലൗസിൽ നാളെ ഇടാൻ വേണ്ടി കുത്തിവെച്ച പിന്നടക്കം, സാരി അടക്കം എല്ലാം പൊന്നു പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതാകുമ്പോൾ മമ്മിക്ക് ഞാൻ ഇങ്ങനെയല്ല ആവേണ്ടിയത് എന്നുള്ളൊരു ചിന്തയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആലോചിക്കും, കല്യാണം കഴിഞ്ഞിട്ട് വിവാഹശേഷം സ്വന്തം അമ്മയെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അത്രയും ഭയങ്കര ഒരു വല്ലാത്ത ഭീകരമായ അവസ്ഥയായിരുന്നു. അങ്ങനെ 8 മാസം എൻ്റെ അമ്മ ചികിത്സയിൽ കിടക്കുകയും 8-ാം മാസം ഒരു ഏപ്രിൽ 1-ാം തീയതി എന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അപ്പം ഈ മമ്മി പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഡോക്ടർമാരെന്നെ കണ്ടിട്ട് സംസാരിക്കുകയും അമ്പ്യൂട്ടേഷനെ കുറിച്ച് സംസാരിച്ചു. മമ്മിക്ക് സമ്മതമല്ല, കാല് മുറിച്ചാൽ മമ്മി വേണ്ട, അങ്ങനെ ഒരു ജീവിതം വേണ്ട. പക്ഷേ എനിക്ക് കാലില്ലേലും എൻ്റെ മമ്മി ജീവനോടെ, ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു കാലിൽ പിടിച്ച് ജനലെ പിടിച്ചൊന്ന് നിന്ന് ഞാൻ വരുന്ന നോക്കാൻ എൻ്റെ മമ്മി, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ജീവനോടിരിക്കുക, അത് വലിയൊരു കാര്യം കേട്ടോ, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവസാനം ഞാൻ മമ്മിയോട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് ആരുമില്ല, മമ്മി മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ആരും ഇല്ലാത്തവരായിപ്പോവും. എൻ്റെ മമ്മി കാലല്ല മമ്മിക്ക് കാലില്ലെങ്കിൽ ഞാൻ കാല് വെച്ച് തരും, എൻ്റെ മമ്മിക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ ഓക്കെയാണ് എൻ്റെ അമ്മ. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. അപ്പം എൻ്റെ വിചാരം അമ്പ്യൂട്ടേഷൻ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനത്തെ ഒരു അസുഖം എൻ്റെ മമ്മിക്കില്ല, ഒരു അസുഖമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ പ്രദേശത്തെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മി. നല്ല മിടിക്കുക, ഓടി നടന്ന് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ എനിക്ക് അപ്പോഴും ഒരു പേടിയില്ല. ഞാൻ ഓട്ടോ ICCയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി എല്ലാ ബാങ്കിലും, ICC എന്നല്ല എല്ലാ ബാങ്കിലും നല്ല പ്രഷറല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. കാര്യം ഒരു ഹോം നേഴ്സ് നിൽക്കുന്നുണ്ട് മമ്മിയെ നോക്കാൻ. അവർക്ക് 30,000 രൂപയാണ് ഹോം നേഴ്സിൻ്റെ ഇത്. നമ്മൾ സാധാരണക്കാർക്ക് 30,000 രൂപ ശമ്പളം കൊടുത്ത് ഒരു ഹോം നേഴ്സിനെ നിർത്താമെന്നൊക്കെ വലിയ എമൗണ്ടാണല്ലോ എന്നെ സംബന്ധിച്ചത്. അപ്പോൾ പിന്നെ മരുന്നുകളായി, കാര്യങ്ങളായി, ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട് കൊണ്ടുപോകണം. ആംബുലൻസിൽ നിന്ന് ഇറങ്ങാൻ നേരെയില്ല. ആംബുലൻസ് കണ്ടാൽ പേടിയുള്ള ഞാൻ സ്ഥിരം ആംബുലൻസിലായി താമസം. എനിക്കിന്നും ആംബുലൻസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ആംബുലൻസ് കാണുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, അതിനകത്തുള്ളവർക്ക് ഒന്നും പറ്റില്ലേ ദൈവമേ എന്ന്.